പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുത്. മലയാളികളുടെ പ്രിയപ്പെട്ട ശ്രീനിവാസന്റെ ഈ തമാശ ഡയലോഗിലൂടെയാണ് നമ്മളിൽ പലരും ആ രാജ്യത്തെ ആദ്യം നോട്ട് ചെയ്തത്. എന്നാൽ ഒരു സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ കണ്ടാൽ പിന്നെ മിണ്ടാതിരിക്കാൻ കഴിയാത്തത്ര സുന്ദരമാണ് പോളണ്ട്. ലോക ചരിത്രത്തിന്റെ ഗതിമാറ്റിയ വിപ്ലവങ്ങളുടെയും അതിജീവനത്തിന്റെയും ഇതിഹാസമാണ് പോളണ്ടിന് പറയാനുള്ളത്. മധ്യ യൂറോപ്പിന്റെ ഹൃദയമിടിപ്പായ ഈ രാജ്യം വടക്ക് ബാൾട്ടിക് കടലിന്റെ നീലിമ മുതൽ തെക്ക് കാർപ്പാത്തിയൻ മലനിരകളുടെ ഗാംഭീര്യം വരെ പടർന്നു കിടക്കുന്ന പ്രകൃതിയുടെ ഒരു വിസ്മയമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ചാരത്തിൽ നിന്നും ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റ പോളണ്ട് ഇന്ന് അതിവേഗം വളരുന്ന ഒരു ആധുനിക രാഷ്ട്രമാണ്. പോളിഷ് എന്ന മനോഹരമായ ഭാഷ സംസാരിക്കുന്ന ഇവിടുത്തെ ജനങ്ങൾ ലളിതവും എന്നാൽ ആഴത്തിലുള്ള പാരമ്പര്യം മുറുകെ പിടിക്കുന്നവരുമാണ്. കത്തോലിക്ക വിശ്വാസത്തിന് വലിയ പ്രാധാന്യമുള്ള ഈ നാട്ടിൽ കുടുംബ ബന്ധങ്ങൾക്കും അതിഥികളെ സ്വീകരിക്കുന്നതിനും വലിയ മൂല്യം കൽപ്പിക്കുന്നു. ഒരു വിദേശിയെ കണ്ടാൽ പുഞ്ചിരിയോടെ സ്വീകരിക്കുന്നവരാണ് പോളണ്ടുകാർ. പോളണ്ടിന്റെ ഓരോ നഗരത്തിനും ഓരോ കഥ പറയാനുണ്ട്. തലസ്ഥാനമായ വാർഷായിലെ തിരക്കേറിയ ആധുനിക വീഥികളിലൂടെ നടക്കുമ്പോൾ ഒരു വശത്ത് വാനോളം ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങളും മറുവശത്ത് പഴയകാല പ്രതാപം വിളിച്ചോതുന്ന കൊട്ടാരങ്ങളും നിങ്ങൾക്ക് കാണാം. എന്നാൽ കൊട്ടാരങ്ങളുടെയും ചരിത്ര സ്മാരകങ്ങളുടെയും യഥാർത്ഥ നഗരം ക്രാക്കോവാണ്. ഇവിടുത്തെ കല്ലുപാകിയ തെരുവുകളിലൂടെയുള്ള യാത്ര നിങ്ങളെ മധ്യകാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. പോളണ്ടിന്റെ പ്രകൃതി ഭംഗി വാക്കുകൾക്കും അപ്പുറമാണ്. വടക്കുഭാഗത്ത് വെളുത്ത മണൽ വിരിച്ച ബാൾട്ടിക് തീരങ്ങളും തെക്കുഭാഗത്ത് മഞ്ഞു മൂടിക്കിടക്കുന്ന ടാട്ര മലനിരകളും സഞ്ചാരികൾക്ക് സാഹസികതയുടെയും ശാന്തതയുടെയും വാതിലുകൾ തുറന്നിടുന്നു. തടാകങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന മസൂറിയയിലെ 2000-ലധികം തടാകങ്ങൾ പ്രകൃതി സ്നേഹികൾക്ക് മറക്കാനാകാത്ത കാഴ്ചയാണ്. പോളണ്ടിന്റെ ചരിത്രം ചോരയും കണ്ണീരും എന്നാൽ ഒടുങ്ങാത്ത പോരാട്ടവീര്യവും നിറഞ്ഞതാണ്. 10-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുമത സ്വീകരണത്തോടെയാണ് ഈ രാജ്യത്തിന്റെ ഔദ്യോഗിക ചരിത്രം ആരംഭിക്കുന്നത്. 1569 ലിത്വാനിയയുമായി ചേർന്ന് രൂപീകരിച്ച കോമൺവെൽത്ത് അക്കാലത്തെ ലോകശക്തിയായിരുന്നു. യൂറോപ്പിലെ ആദ്യത്തെ ആധുനിക ഭരണഘടന രൂപീകരിച്ചത് പോളണ്ടുകാരായിരുന്നു. എന്നാൽ 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അയൽ രാജ്യങ്ങൾ പോളണ്ടിനെ വെട്ടിമുറിക്കുകയും 123 വർഷത്തോളം ലോക ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമാക്കുകയും ചെയ്തു. 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം സ്വാതന്ത്ര്യം തിരിച്ചുപിടിച്ചെങ്കിലും 2-ാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനിയുടെയും സോവിയറ്റ് യൂണിയന്റെയും കടന്നുകയറ്റം പോളണ്ടിനെ ശ്മശാന തുല്യമാക്കി. ഹോളോകാസ്റ്റ് എന്ന കറുത്ത അധ്യായത്തിന്റെ മൂകസാക്ഷിയായ ഓഷിറ്റ്സ് ഇന്നും ആ വേദനയുടെ ഓർമ്മപ്പെടുത്തലായി അവിടെ നിലനിൽക്കുന്നു. യുദ്ധാനന്തരം സോവിയറ്റ് സ്വാധീനത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലായെങ്കിലും പോളണ്ടുകാർ തോൽക്കാൻ തയ്യാറായിരുന്നില്ല. 80കളിൽ ലെക് വലേസയുടെ നേതൃത്വത്തിൽ ഗ്ഡാൻസ്കിലെ കപ്പൽശാലയിൽ നിന്ന് രൂപം കൊണ്ട സോളിഡാരിറ്റി എന്ന തൊഴിലാളി പ്രസ്ഥാനമാണ് യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളുടെ തകർച്ചയ്ക്ക് തുടക്കമിട്ടത്. ഇന്ന് പോളണ്ട് ഒരു സെമി പ്രസിഡൻഷ്യൽ റിപ്പബ്ലിക്കാണ്. സെയിം, സെനറ്റ് എന്നീ സഭകളിലൂടെയുള്ള ശക്തമായ ജനാധിപത്യ രീതിയാണ് ഇവിടെ പിന്തുടരുന്നത്. രാഷ്ട്രീയമായി ഏറെ ചലനാത്മകമായ പോളണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്നു. ഉയർന്ന ജീവിത നിലവാരവും സുരക്ഷിതത്വവും പോളണ്ടിനെ ലോകത്തെ മികച്ച വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽ എത്തിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും സൗജന്യമായി നൽകുന്ന ഈ രാജ്യം സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ എന്നും മുൻപന്തിയിലാണ്. പോളണ്ടിലെ ജീവിതശൈലി പാരമ്പര്യവും ആധുനികതയും ഇഴചേർന്ന ഒന്നാണ്. വാർസോയിലെയും ക്രാക്കോവിലെയും തെരുവുകളിൽ നടക്കുമ്പോൾ പുരാതനമായ കൊട്ടാരങ്ങൾക്കും പള്ളികൾക്കും അരികിലായി അത്യാധുനിക കഫേകളും ഷോപ്പിംഗ് മാളുകളും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓട്കയ്ക്കും വൈവിധ്യമാർന്ന മാംസ വിഭവങ്ങൾക്കും പേരുകേട്ട ഇവിടുത്തെ പാചകരീതി ഏതൊരു സഞ്ചാരിയുടെയും നാവിലെ രുചിമുകുളങ്ങളെ ഉണർത്തുന്നതാണ്. പിയറോഗി എന്നറിയപ്പെടുന്ന ഡംപ്ലിംഗുകൾ കഴിക്കാതെ പോളണ്ടിലേക്കുള്ള ഒരു യാത്രയും പൂർണ്ണമാകില്ല. സ്നേഹമുള്ള മനുഷ്യരും സുരക്ഷിതമായ അന്തരീക്ഷവും പോളണ്ടിനെ യൂറോപ്പിലെ ഏറ്റവും മികച്ച യാത്രാ ലക്ഷ്യങ്ങളിലൊന്നാക്കി മാറ്റുന്നു. 17 യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളും 23 ദേശീയ പാർക്കുകളുമുള്ള ഈ രാജ്യം ചരിത്ര കുതുകികൾക്കും പ്രകൃതി സ്നേഹികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. ടാട്ര മലനിരകളിലെ സാഹസികതയും മസൂറിയയിലെ തടാകങ്ങളുടെ ശാന്തതയും പോളണ്ടിനെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആക്കുന്നു. അതുകൊണ്ട്
ഇനി ഒരിക്കൽ ആരെങ്കിലും പോളണ്ടിനെ കുറിച്ച് മിണ്ടരുത് എന്ന് പറഞ്ഞാൽ ആ നാടിൻ്റെ ഈ മനോഹരമായ കാഴ്ചകളെക്കുറിച്ച് വാചാലനാകാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല.